നമസ്കാരം. ഉണ്ടായ തട്ടുകേട് പരിഹരിച്ച് വീണ്ടും പരീക്ഷ നടത്താതെ എങ്ങനെ നീറ്റ് പ്രശ്നം പരിഹരിക്കാം എന്ന ചിന്തയിലാണ് സുപ്രീം കോടതി. നീറ്റ് UG പ്രവേശന പരീക്ഷ വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ തള്ളിയ സുപ്രീം കോടതി ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ പരീക്ഷയെ വലിയ തോതിൽ ബാധിച്ചതായി വ്യക്തമാക്കുന്ന ഒരു തെളിവും ഇല്ലെന്ന നിരീക്ഷണം നടത്തി. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് പുനഃപരീക്ഷ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളി. ഇത്തവണത്തെ നീറ്റ് പരീക്ഷയിൽ പോരായ്മകളുണ്ടെന്ന് കോടതി പറഞ്ഞെങ്കിലും പുനഃപരീക്ഷയുണ്ടാകില്ല കോടതി വ്യക്തമാക്കുകയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ വ്യാപക ക്രമക്കേട് ഉണ്ടായെന്ന് കോടതിക്ക് കണ്ടെത്താനായില്ല. ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായിട്ടുണ്ട്, എന്നാൽ അത് ജാർഖണ്ഡിലെയും പാട്നയിലെയും ചില കേന്ദ്രങ്ങളിലാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI സംഘം അന്വേഷണം നടത്തുകയാണ്. അന്വേഷണം ഇതുവരെ അന്തിമഘട്ടത്തിൽ എത്തിയിട്ടില്ല. ഭാവിയിൽ നടത്തുന്ന പരീക്ഷകൾക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ഇത്തവണ നീറ്റ് പരീക്ഷ എഴുതിയത് 23 ലക്ഷം പേരാണ്. അതിൽ തന്നെ 20 ലക്ഷം പേർ യോഗ്യത നേടിയിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ പരീക്ഷ റദ്ദാക്കുന്നത് അവരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ നേരത്തെ തന്നെ NTA റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. വ്യാപക ചോർച്ച നടന്നിട്ടില്ലെന്നായിരുന്നു NTA വാദം. അതേസമയം സംസ്ഥാനത്ത് നെറ്റ് പരീക്ഷ ഒഴിവാക്കി ബിരുദാനന്തര മെഡിക്കൽ വിദ്യാർത്ഥികൾ പുതിയ പ്രവേശന പരീക്ഷ നടത്താനുള്ള പ്രമേയത്തിന് കർണാടക മന്ത്രിസഭ തിങ്കളാഴ്ച അംഗീകാരം നൽകി. തിങ്കളാഴ്ച രാത്രി വൈകി നടന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ മറ്റ് 2 പ്രമേയങ്ങളും അംഗീകരിക്കുകയായിരുന്നു. സംസ്ഥാന നിയമസഭകളുടെയും ലോക്സഭാ മണ്ഡലങ്ങളുടെയും ഡീലിമിറ്റേഷൻ സംബന്ധിച്ചുള്ളതും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ എതിർക്കുന്നതുമായിരുന്നു മറ്റു 2 പ്രമേയങ്ങൾ. നീറ്റിനെ ചുറ്റിപ്പറ്റിയുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്കിടയിലാണ് കർണാടക പുതിയ നീക്കവുമായി മുന്നോട്ട് വന്നത്. കഴിഞ്ഞയാഴ്ച കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ നീറ്റ് റദ്ദാക്കണമെന്നും സംസ്ഥാനങ്ങൾക്ക് സ്വന്തം പ്രവേശന പരീക്ഷ നടത്താൻ അനുമതി നൽകണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ ഗുരുതരമാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയുടെ ചോദ്യമാണിത്. കേന്ദ്രം നീറ്റ് പരീക്ഷ റദ്ദാക്കുകയും സംസ്ഥാനങ്ങൾക്ക് സ്വന്തം പ്രവേശന പരീക്ഷ നടത്താൻ അനുമതി നൽകുകയും വേണം. രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനങ്ങൾ നടത്തുന്ന ടെസ്റ്റുകളിൽ പങ്കെടുക്കാമെന്നും ശിവകുമാർ വ്യക്തമാക്കി. പ്രവേശന പരീക്ഷകൾ വലിയ അഴിമതിയായി മാറിയതോടെ കോടികൾ മറിയുന്ന ബിസിനസ്സായാണ് അതിനെ പലരും കാണുന്നത്. ഒരു തലമുറയുടെ ഭാവി തന്നെ തകരാറിലാവുന്ന ഇത്തരം തട്ടിപ്പുകളെ ഭാവിയിലെങ്കിലും തടയാനായില്ലെങ്കിൽ തലമുറകളിലേക്ക് പടരുന്ന ഒരു മഹാരോഗമായി മാറും എന്ന ആശങ്കയാണ് ഇപ്പോൾ ബാക്കിയാവുന്നത്. ഭാവിയിൽ അഴിമതി തടയാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. കുറെ നാളായി ചർച്ചയായിരുന്ന ഒരു വിഷയത്തിന് ഇങ്ങനെയൊരു തീർപ്പ് വന്നു എന്ന് മാത്രം പറയാം ഇപ്പോൾ.